ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ഭാഗത്തെക്കുറിച്ചാണ്. നമുക്കറിയാം 395 ആർട്ടിക്കിൾസ് ഉള്ള 22 പാർട്ടിൽ ആയിട്ട് 395 ആർട്ടിക്കിൾസ് ഉള്ള ഒരു ബൃഹത്തായിട്ടുള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൊരു ബുക്കും തുടക്കം ഒരു ആമുഖത്തിലായിരിക്കും തുടങ്ങുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്. ഈ ഒരു ആമുഖത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ഭരണഘടന എങ്ങനെയുള്ള ഭരണഘടനയാണ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ എയിംസ് എന്തൊക്കെയാണ് ഈ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ ഈ ഒരു ആമുഖത്തിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിയാമ്പിളിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ഭാഗം. നോക്കുക, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതുപോലെ പല വാക്കുകൾ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, ഒരു ഗവൺമെന്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ജസ്റ്റിസുകൾ ഏതൊക്കെ ടൈപ്പ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ലിബർട്ടി ഏതൊക്കെ ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, അങ്ങനത്തെ കുറച്ച് അധികം ടേംസ് ഈ ഒരു ഭരണഘടനയുടെ ആമുഖത്തിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ഡേറ്റ് വന്നിട്ടുണ്ട്, നവംബർ 1949. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്കൊന്ന് തന്നെ നോക്കുക. ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും 4 പർപ്പസുകളാണ് ഉള്ളത് എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിളിന് 4 പർപ്പസുകളാണ് ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ഡിഫൈനിങ് സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ സോഴ്സ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പർപ്പസ്. ഭരണഘടനയുടെ സോഴ്സ് ഡിഫൈൻ ചെയ്യുക. അടുത്ത് നോക്കുക, ടൈപ്പ് ഓഫ് ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്, ഇന്ത്യ എന്ന റിപ്പബ്ലിക് രാജ്യത്തിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ, ആ ഡേറ്റ്, ഭരണഘടന അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭരണഘടനയുടെ ആ ഒരു ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്നുള്ള പാർട്ടിലെ ആ പ്രിയാമ്പിളിനകത്ത് ഈ ഒരു 4 കണ്ടന്റ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ടൈപ്പ് ഓഫ് ഗവൺമെന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്, അതുപോലെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. ഇനി നമുക്ക് നോക്കാം. പ്രിയാമ്പിൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ ഞങ്ങൾ എന്നാണ് നമ്മൾ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. 5 ടേംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സോവറിൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്, അല്ലെ? ഇന്ത്യയുടെ പരമാധികാരം എന്നുള്ളത് ഒരിക്കലും ബ്രിട്ടീഷിന്റെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെയും അണ്ടറിലല്ലാതെ ഒരു പരമാധികാരം ഉള്ള രാജ്യമാണ് ഇന്ത്യയിലേക്ക് മറ്റ് പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കാനും അതുപോലെ ഇന്ത്യയിലെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാനും ഒക്കെയുള്ള അവകാശമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതാണ് സോവറിൻ രാജ്യം. സോവറിൻ അതായത് പരമാധികാര രാജ്യം എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക, സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വം, സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ എന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഒരു സ്ലൈഡിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. സോഷ്യലിസ്റ്റ് രാജ്യമാണ്. അതുപോലെ നോക്കുക, സെക്കുലർ എന്ന് പറഞ്ഞാൽ മതേതര രാഷ്ട്രമാണ്. ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ മതമോ അങ്ങനത്തെ ഒരു മതത്തിനോട് ചായവോ അങ്ങനെയൊന്നുമില്ല. അതാണ് സെക്കുലർ രാജ്യം. എല്ലാ മതത്തിൽപ്പെടുന്ന ആൾക്കാരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതാണ് സെക്കുലർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഡെമോക്രാറ്റിക് കൊണ്ട് ജനാധിപത്യ രാജ്യമാണ്. നമുക്കറിയാം ഇവിടുത്തെ ഇലക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, ജനാധിപത്യപരമായ രീതിയിലാണ് നടക്കുന്നത്. ഒരു രാജഭരണമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഭരണമല്ല. ഇവിടെ എന്താണ്, ജനാധിപത്യ രീതിയിലുള്ള ഭരണമാണ് നടക്കുന്നത്. ഡെമോക്രാറ്റിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് റിപ്പബ്ലിക്, സ്വന്തമായിട്ട് ഒരു പ്രസിഡന്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇതിനെ റിപ്പബ്ലിക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ വാക്കുകളുടെയൊക്കെ മീനിങ്സ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നോക്കുക, സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്. അതായത് നമ്മളുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ 3 ടൈപ്പ് ജസ്റ്റിസുകളുടെ കാര്യം പറയുന്നു. അതായത് നീതിന്യായം ഏതൊക്കെ രീതിയിലുള്ള നീതിന്യായങ്ങളാണ് ഇന്ത്യയിലെ ഗവൺമെന്റ് കൊടുക്കുന്നത്? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ. 3 ടൈപ്പ് ജസ്റ്റിസുകളെ കുറിച്ച് ഈ പ്രിയാമ്പിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതി നൽകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കുക, ലിബർട്ടി എന്നുള്ള സ്വാതന്ത്ര്യം. ഏതൊക്കെ രീതിയിലുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ. ഇതിനൊക്കെയുള്ള തോട്ട്, ചിന്തയ്ക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ എക്സ്പ്രഷൻ, കാര്യങ്ങൾ അവതരിപ്പിക്കുക, സ്വന്തമായിട്ട് ആരെയും പേടിക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ബിലീഫ്, വിശ്വാസങ്ങൾ പോലെ ആരാധന, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്താണ്, സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം
നമ്മളുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കുക, ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ, ജോലിയുടെ കാര്യത്തിലാണ് മറ്റേ എല്ലാ കാര്യങ്ങളും അവസരങ്ങൾ, തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പ്രൊമോട്ട് അമംഗ് ദം ഓൾ. ഫ്രറ്റേണിറ്റി, അടുത്ത് നോക്കുക, സാഹോദര്യം. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം. ഇന്ത്യയിലെ നമ്മുടെ സഹോദരി സഹോദരന്മാര് ആണ് എന്നൊക്കെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ പറയാറില്ലേ, അല്ലെ? ആ ഒരു സാഹോദര്യം എന്നുള്ള വാക്കും നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദി യൂണിറ്റി ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ഓഫ് ദി നേഷൻ. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949. ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഇത്? 1949, 1949 നവംബർ 26 ആണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിക്കുന്നത്, അല്ലെ, സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് ആ ഒരു ഡേറ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഡോപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് 26 നവംബർ 1949 എന്ന് പറഞ്ഞിരിക്കുന്നത്. ടു ഗിവ് ഇറ്റ് ടു അവേഴ്സെൽഫ്, നമുക്ക് തന്നെ, അല്ലെ, ഭാരതത്തിലെ ജനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ തയ്യാറാക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രിയാമ്പിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടേമും എന്താണ് അർത്ഥമാക്കുന്നത്, അതിന്റെ ബ്രോഡായിട്ടുള്ള അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഓരോ ടേംസും എന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ നാല് പർപ്പസ് പ്രിയാമ്പിളിന്റെ 4 പർപ്പസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ടൈപ്പ് ഓഫ് ഗവൺമെന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്, അതുപോലെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. അടുത്ത ഓരോന്ന് നോക്കാം. സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടത് ഏത് പാർട്ടാണെന്ന് നോക്കാം. നോക്കുക, ദ ഓപ്പണിംഗ് വേർഡ്സ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതുപോലെ ക്ലോസ് ചെയ്യുന്ന വേർഡ്സ് അഡോപ്റ്റ്, എനാക്ട് ആൻഡ് ഗിവ് ടു അവേഴ്സെൽഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നോക്കുക, ഇവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ് ഏതാണ്. എന്താണ്? ജനങ്ങളാണ്. ജനങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വി, അല്ലെ, ഞങ്ങൾ, ഭാരതത്തിലെ ജനങ്ങളായ ഞങ്ങൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടു അവേഴ്സെൽഫ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ആമുഖത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കൺവേഡ് ദാറ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എമനേറ്റഡ് ഫ്രം ദി പീപ്പിൾ ആൻഡ് ദി സോവറിറ്റി അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെസ്റ്റഡ് ഇൻ ദി പീപ്പിൾ. ജനങ്ങൾക്കാണ് പരമാധികാരം ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ പ്രിയാമ്പിളിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടുകളായിട്ട് തുടക്കത്തിലും അവസാനത്തിലും കൃത്യമായിട്ട് ജനങ്ങൾക്ക് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോക്കുക, ടൈപ്പ് ഓഫ് ഗവൺമെന്റ്. പ്രിയാമ്പിളിനകത്ത് ഏത് ടൈപ്പ് ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. നോക്കുക, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പോൾ ഇന്ത്യ ഏത് ടൈപ്പ് ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യം, ഇന്ത്യയിൽ ഏത് ടൈപ്പ് ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നത് സോവറിൻ, പരമാധികാര രാജ്യം, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നതാണ്, അല്ലെ? The words socialist and secular were added in the preamble by the 42nd amendment of the Constitution. ഇത് ഓർത്തിരിക്കുക. ഭരണഘടനയുടെ 42ാം അമെന്റ്മെന്റ് പ്രകാരം 42nd amendment നമ്മൾ പറഞ്ഞിരുന്നു, ആർട്ടിക്കിൾസിനെ ചേഞ്ചസ് വരുത്തുക അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ അമെന്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞായിരുന്നു, അല്ലെ? അപ്പോൾ 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ഈ 2 വാക്കുകൾ നമ്മളുടെ ഭരണഘടനയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തുടക്ക സമയത്ത് ഈ 2 വാക്കുകൾ ഇല്ലായിരുന്നു. അത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. ആ സോഷ്യലിസ്റ്റ്, സെക്യുലർ ഈ 2 വാക്കുകളും ആഡ് ചെയ്തിരിക്കുന്നത് 42ാമത്തെ അമെന്റ്മെന്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 42nd അമെന്റ്മെന്റ്. ഈ അമെന്റ്മെന്റ് പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ഈ 2 വാക്കുകൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞ ടേംസിൽ സോഷ്യലിസ്റ്റ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. അതെന്താണ് എന്നുള്ളത് നോക്കാം. സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വം, സോഷ്യലിസ്റ്റ് ചിന്താഗതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യലിസം വാസ് implicit in the constitution in a number of provisions in part 4. നോക്കുക, സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ പ്രധാനമായിട്ടും നമ്മളുടെ ഭരണഘടനയിൽ വരുന്നത് അതിന്റെ പാർട്ട് 4ലാണ്. നമ്മൾ പറഞ്ഞല്ലോ 22 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് തുടക്കത്തിൽ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ പാർട്ട് 4ലാണ് കൂടുതൽ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ വരുന്നത്. അതായത് ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറച്ച് അധികം ഐഡിയാസ് ഈ പാർട്ട് 4നകത്ത് വരുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയും, നിർദ്ദേശക തത്വങ്ങൾ എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്തിലാണ് ശരിക്കും ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ, സോഷ്യലിസ്റ്റ് രീതിയിലുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാർട്ട് 4ൽ പറഞ്ഞിട്ടുണ്ട്. സോഷ്യലിസ്റ്റ്, അപ്പൊ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്നുള്ളത് അതിനകത്ത് ആമുഖത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് വരുന്നത് പാർട്ട് 4ലാണ്. ഈ സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഐഡിയാസ് വരുന്നത് പാർട്ട് 4നകത്താണ് വരുന്നത്. എവിടെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി.
നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്താണ് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ വന്നിരിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ആർട്ടിക്കിൾ 38, 39, 40, 41. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്ന ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അന്ന് ഓർത്ത് ഇരിക്കുക, പാർട്ട് 4-നകത്താണ് സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ വരുന്ന ഐഡിയാസ് ഉള്ളത് എന്നുള്ളത്. അടുത്തത് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഭാഗം എന്താണ്? മൂന്നാമത്തെ കണ്ടന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്. അത് ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു മൂന്നാമത്തെ കാര്യമാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്നുള്ള കാര്യമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കണ്ടായിരുന്നു. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി. 4 വാക്കുകളുണ്ട്. ജസ്റ്റിസ് പറഞ്ഞാൽ നീതി, ന്യായം, അല്ലെ? നീതി. ലിബർട്ടി സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി തുല്യത, ഫ്രാറ്റേണിറ്റി സാഹോദര്യം. ഈ കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അപ്പൊ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്? ഈ ജസ്റ്റിസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ലിബർട്ടി ഉറപ്പാക്കുന്നതിന് വേണ്ടി, ലിബർട്ടിനെ പല ടൈപ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി ഇതൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം, അല്ല ആ രീതിയിൽ വർക്ക് ചെയ്യണം, അതൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ആമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ജസ്റ്റിസ് അല്ല നീതിന്യായം എന്നുള്ളത് ഏതൊക്കെ ടൈപ്പ് ജസ്റ്റിസ് ആണെന്നുള്ള ഓർത്തിരിക്കുക. സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. 3 രീതിയിലുള്ള 3 തരത്തിലുള്ള നീതിയെക്കുറിച്ച്, നീതിന്യായത്തെക്കുറിച്ച് നമ്മളുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസസ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള നീതി എന്നുള്ള കാര്യം ആമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന 3 ടൈപ്പ് ജസ്റ്റിസുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അടുത്ത നോക്കുക ലിബർട്ടി. ഏതൊക്കെ ടൈപ്പ് ലിബർട്ടി? സ്വാതന്ത്ര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഈ 5 കാര്യങ്ങളുള്ള സ്വാതന്ത്ര്യം. ചിന്താഗതികൾക്കും എക്സ്പ്രസ് ചെയ്യാനും, വിശ്വാസങ്ങൾക്കും, വർഷിപ്പ് ആരാധനയ്ക്കും ഒക്കെ എന്താണുള്ള സ്വാതന്ത്ര്യം. ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കുക ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ഇക്വാളിറ്റി തുല്യത, എന്താണ്? അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുല്യത നൽകണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ഭാഗമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കാം ഫ്രാറ്റേണിറ്റി. ഫ്രാറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം. assuring the dignity of the individual and the unity and the integrity of the nation. അപ്പൊ സാഹോദര്യം ഏത് രീതിയിലുള്ള സാഹോദര്യമായിരിക്കണം? assuring the dignity of the individual. ഒരു പൗരന്റെ, ഒരു ഇന്ത്യൻ പൗരന്റെ ആത്മാഭിമാനം വളർത്തുന്ന രീതിയിലുള്ള ഒരു സാഹോദര്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. ഇന്ത്യയുടെ എന്താണ്? ഇന്ത്യ ഒരൊറ്റ രാജ്യമാണ്, അല്ലെ? ഇന്ത്യയുടെ ആ ഒരു ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സാഹോദര്യം കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാഹോദര്യം എന്നുള്ള കാര്യം ഓർക്കുക. ഭാരതത്തിലെ ജനങ്ങള് സഹോദരന്മാരാണ് നമ്മൾ പറയത്തില്ലേ? അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഫ്രാറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം എന്നുള്ള ഓർക്കുക. അത് ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ആ രീതിയിലായിരിക്കണം സാഹോദര്യം കീപ്പ് ചെയ്യേണ്ടത്. ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സാഹോദര്യമായിരിക്കും കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രാറ്റേണിറ്റി എന്നുള്ള ഒരു പാർട്ട്. അടുത്ത ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആമുഖം എന്നുള്ള പാർട്ട് അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്നുള്ള ഭാഗത്തിൽ ഒരേ ഒരു ഡേറ്റേ ഉള്ളൂ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതായത് പ്രിയാമ്പിളിനകത്ത് ഒരേ ഒരു ഡേറ്റേ ഉള്ളൂ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അത് ഏതാണ് ഡേറ്റ്? 26 നവംബർ 1949. നമ്മൾ കണ്ടു നവംബർ 26 ഭരണഘടനാ ദിനം ആയിട്ട് ആചരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അന്നത്തെ ദിവസമാണ് 1949 നവംബർ 26-ാം തീയതിയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ഡേറ്റ് വെച്ചിരിക്കുന്നത്. അത് അഡോപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് ആ ഒരു പ്രിയാമ്പിളിനകത്ത് വെച്ചിരിക്കുന്നത്. മറ്റ് ഡേറ്റുകളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26. നവംബർ 26 1949 ആ ഒരു ഒറ്റ ഡേറ്റ് മാത്രമേ ഉള്ളൂ പ്രിയാമ്പിളിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഭരണഘടനയ്ക്കകത്തല്ല, കോൺസ്റ്റിറ്റ്യൂഷനകത്തല്ല, പ്രിയാമ്പിൾ എന്ന ഭാഗത്ത്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് ഡേറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പല പാർട്ടികളൊക്കെ ഒരുപാട് ഡേറ്റുകളും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രിയാമ്പിൾ എന്ന ഭാഗത്ത് ഒരേ ഒരു ഡേറ്റേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അത് 1949 നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഡേറ്റ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബൈ ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഈ ഭരണഘടന നിർമ്മിക്കുക എന്നുള്ള പ്രോസസ്സ് ചെയ്തിരുന്നത്. അതില് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു സംഖ്യകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്, അല്ലെ? ഈ ഒരു അതിനകത്ത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു നടത്തിയ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗത്തെ പിന്നീട് ഇന്ത്യയുടെ ആമുഖമായിട്ട് പരിഗണിക്കുകയായിരുന്നു. അതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബൈ ജവഹർലാൽ നെഹ്റു. The objective resolution moved by Jawaharlal Nehru on December 13, 1946 was adopted by the Constituent Assembly on January 22, 1947. നോക്കുക, ജവഹർലാൽ നെഹ്റു
ഡിസംബർ 13, ഈ ഡേറ്റ് ഓർക്കുക, ഡിസംബർ 13, 1946 അന്നാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം എന്നാണ് പറയുന്നത്. ലക്ഷ്യപ്രമേയം, ഈ ലക്ഷ്യപ്രമേയം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ എന്താണ്, അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ജനുവരി 22, 1947 അഡോപ്റ്റ് ചെയ്യുകയും ആൻഡ് ഹാസ് ബീൻ അപ്രീഷിയേറ്റഡ് ആസ് ദി നേച്ചർ ഓഫ് ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിന്റെ കണ്ടന്റ്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച ഡേറ്റ് ഓർക്കുക, ഡിസംബർ 13, 1946 എന്നുള്ളത് ഓർക്കുക. അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 22, 1947, ജനുവരി 22, 1947 ആണ്. അടുത്ത നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പല ആൾക്കാരും പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്, പല പല വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം, ആ ഒരു വിശേഷണങ്ങൾ. ആദ്യം തന്നെ മനസ്സിലാക്കുക, സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പ്രിയാമ്പിൾ ആണ് എന്നുള്ള ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലെ. അതുപോലെ ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നതൊക്കെ എന്താണ്, പ്രിയാമ്പിൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന പ്രിയാമ്പിൾ. നമുക്കറിയാം, പ്രിയാമ്പിൾ എന്നുള്ള ഭാഗത്തു നിന്ന് ഈ ഭരണഘടന എങ്ങനെയാണ്, എന്താണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭരണഘടനയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോള് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രിയാമ്പിൾ ആണ് എന്നുള്ളത് ഓർക്കുക. ഒരുപാട് ഭാഗങ്ങളുണ്ട്, പ്രിയാമ്പിൾ ഉണ്ട്, പോലെ മറ്റേ ഇപ്പം നമുക്ക് ഒരുപാട് പാർട്ടുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൗലികാവകാശങ്ങളുണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, അങ്ങനെ പല പല ഭാഗങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. എങ്കിൽ പോലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രിയാമ്പിൾ ആണ് എന്നുള്ളത് ഓർക്കുക. അതിനെ ഇന്ത്യൻ ഭരണഘടനയുടെ സോള് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്ന് വിളിക്കുന്നു. അടുത്ത് നോക്കുക, പ്രിയാമ്പിൾ ഇസ് ദ കീ നോട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു ഒരാൾ പറഞ്ഞതാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീ നോട്ടാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏണസ്റ്റ് ബാർക്കർ എന്നുള്ളൊരു ഇംഗ്ലീഷുകാരനാണ്. ഏണസ്റ്റ് ബാർക്കർ എന്നുള്ള ഇംഗ്ലീഷുകാരൻ, അദ്ദേഹം എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പ്രിയാമ്പിൾ ഇസ് എ കീ നോട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കീ നോട്ട് എന്ന് പറഞ്ഞാൽ രത്ന ചുരുക്കം എന്ന് പറയും. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, പ്രിയാമ്പിളിനകത്ത് എല്ലാം ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫുൾ കണ്ടന്റ് ഉണ്ട്, എന്താണ് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ പ്രിയാമ്പിളിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ ഇസ് എ കീ നോട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഏണസ്റ്റ് ബാർക്കർ എന്നുള്ള ഇംഗ്ലീഷുകാരനാണ്. അടുത്ത് നോക്കുക, പ്രിയാമ്പിൾ ഈസ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് KM മുൻഷി, ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു KM മുൻഷി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രിയാമ്പിൾ ഈസ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത് KM മുൻഷി ആണ് എന്നുള്ളത് ഓർക്കുക. അടുത്ത് നോക്കുക, ദ പ്രിയാമ്പിൾ ഈസ് ദ മോസ്റ്റ് പ്രീഷ്യസ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. It is the soul of the constitution. It is the key to the constitution. It is a jewel set in the constitution. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആരാണ്, താക്കൂർദാസ് ഭാർഗവ് എന്നുള്ള ആളാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ. എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, പ്രീഷ്യസ് പാർട്ടാണ്, സോളാണ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീ ആണ്, ജുവൽ സെറ്റ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിനെ പ്രിയാമ്പിളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് താക്കൂർദാസ് ഭാർഗവ് ആണ്. ഒരു ലീഡറായിരുന്നു താക്കൂർദാസ്, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ലീഡറാണ് താക്കൂർദാസ് ഭാർഗവ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പ്രിയാമ്പിളിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെ ആ ഒരു കോഡ്സ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പ്രിയാമ്പിളിനെ കുറിച്ച് പല ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ ഇത് ഓർക്കുക, സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രിയാമ്പിൾ ആണ് എന്നുള്ളത്. അടുത്ത വളരെയധികം പ്രധാനപ്പെട്ട ഒരു അമെന്റ്മെന്റിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാം. 42nd അമെന്റ്മെന്റ് ഓഫ് 1976. നമുക്ക് മുമ്പത്തെ സ്ലൈഡുകളിൽ പറഞ്ഞിട്ടുണ്ട് 42ാമത്തെ അമെന്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം. അതെന്താണെന്നുള്ളത് നോക്കുക. 42nd അമെന്റ്മെന്റ് ഓഫ് 1976, 1976 42ാമത്തെ അമെന്റ്മെന്റ്. ഈ അമെന്റ്മെന്റ് പ്രകാരം എന്താണ്, പ്രിയാമ്പിൾ ഈസ് അമെന്റഡ്. നമ്മുടെ പ്രിയാമ്പിൾ അമെന്റ് ചെയ്യപ്പെട്ട അമെന്റ്മെന്റ് ഏതാണ്, 42nd അമെന്റ്മെന്റ് ആണ്. 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് പ്രിയാമ്പിൾ അമെന്റ് ചെയ്യപ്പെട്ടത്, ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. പ്രിയാമ്പിൾ ആദ്യം ഉണ്ടായിരുന്ന പ്രിയാമ്പിളിനകത്തൊരു ചേഞ്ച് വരുത്തി. ആ ചേഞ്ച് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് എന്നുള്ള ഓർക്കുക. വേർഡ്സ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ആണ്. നമ്മൾ പറഞ്ഞ സോഷ്യലിസ്റ്റ്, സെക്യുലർ. അതായത് തുടക്കത്തിൽ പ്രിയാമ്പിളിനകത്ത് ഈ രണ്ട് വാക്കുകളില്ലായിരുന്നു, അത് കൂട്ടിച്ചേർക്കപ്പെട്ടാണ് ഇത് 42nd അമെന്റ്മെന്റ് പ്രകാരം. എന്തൊക്കെയാണ്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഈ രണ്ട് വാക്കുകൾ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യപ്പെട്ടു. വേർഡിങ്സ് ബിക്കെയിം സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. തുടക്കത്തിൽ പ്രിയാമ്പിളിൽ എങ്ങനെയായിരുന്നു വേർഡ്സ് ഉണ്ടായിരുന്നത്, സോവറിൻ,
ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അതിൽ ഈ സോഷ്യലിസ്റ്റ് സെക്യുലർ ഈ രണ്ട് വാക്കുകളൂടെ ആഡ് ചെയ്യപ്പെട്ടു ഈ ഒരു അമെന്റ്മെന്റ് പ്രകാരം. ഈ ഒരു അമെന്റ്മെന്റ് വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. 42nd അമെന്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആ ഒരു സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. 42nd അമെന്റ്മെന്റ് സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പോൾ 42nd അമെന്റ്മെന്റ് ഓഫ് 1976 ഈ ഒരു അമെന്റ്മെന്റ് പ്രകാരം പ്രിയാമ്പിൾ അമെന്റ് ചെയ്യപ്പെട്ടു. എന്താണ് അമെന്റ് ചെയ്യപ്പെട്ടത്? സോഷ്യലിസ്റ്റ് സെക്യുലർ ഈ രണ്ട് വാക്കുകൾ ആഡ് ചെയ്യപ്പെട്ടു. അത് ആഡ് ചെയ്തപ്പോൾ വേർഡിങ്സ് എങ്ങനെയായി? സോവറിൻ, സോഷ്യലിസ്റ്റ് സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇങ്ങനെയായി ആ ഒരു വേർഡിങ്സ്, പ്രിയാമ്പിളിന്റെ വേർഡിങ്സ് അങ്ങനെയായി. അപ്പോൾ ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. അടുത്ത നോക്കുക, പ്രിയാമ്പിളിനെ സംബന്ധിച്ച് കുറച്ച് കേസുകൾ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുണ്ട്. അതായത് സുപ്രീം കോടതിയിലൊക്കെ നടന്നിരിക്കുന്ന കേസുകളാണ്. ആ കേസുകൾ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രിയാമ്പിൾ ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു അവശ്യ ഘടകം അല്ല എന്ന് സുപ്രീം കോടതി ഒരു കേസിനകത്ത് വിധിക്കുകയുണ്ടായി. ആ കേസ് എന്ന് പറയുന്നത് ബേരുബാരി കേസ് 1960. ഈ ഒരു കേസിൽ എന്താണ്? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു എസെൻഷ്യൽ പാർട്ട് അല്ല എന്ന് വിധിക്കുകയുണ്ടായി. ശരിക്കും ഇതൊരു സ്ഥലത്തിന്റെ പേരാണ്. ബേരുബാരി എന്ന് പറയുന്നത് ബംഗാളിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ആ സ്ഥലത്തെ സംബന്ധിച്ച് ഒരു തർക്കം സുപ്രീം കോടതിയിൽ എത്തുകയും അങ്ങനെ ഒരു ഇതായിരുന്നു വന്നിരുന്നത്. ഓക്കെ, ആ ഒരു കേസിൽ ശരിക്കും പ്രിയാമ്പിൾ ഒരു എസെൻഷ്യൽ പാർട്ട് അല്ല എന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. അപ്പം പ്രിയാമ്പിൾ ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ പാർട്ട് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസസ് ബേരുബാരി കേസ് 1960 എന്നുള്ളത് ഓർക്കുക. അടുത്ത വേറെ ഒന്നും നോക്കുക. പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്യാൻ ബി അമെൻഡഡ് ആസ് പെർ ആർട്ടിക്കിൾ 368. അതായത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ്, ഒരു ആവശ്യമായിട്ടുള്ള ഭാഗമാണ്. അത് ആർട്ടിക്കിൾ 368 പ്രകാരം അമെൻഡ് ചെയ്യപ്പെടാം എന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. ആദ്യത്തെ കേസിൽ എസെൻഷ്യൽ പാർട്ട് അല്ല എന്നാണ് 1960 പറഞ്ഞിരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എസെൻഷ്യൽ പാർട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് 368 ആർട്ടിക്കിൾ പ്രകാരം അമെൻഡ് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസുകളും ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കുക. ഒരെണ്ണത്തിനകത്ത് എസെൻഷ്യൽ പാർട്ട് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബേരുബാരി കേസിൽ. മറ്റേ കേശവാനന്ദ ഭാരതി കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്, അത് അമെൻഡ് ചെയ്യപ്പെടാം എന്നുള്ള കാര്യമാണ് കേശവാനന്ദ ഭാരതി കേസ് 1973 പറഞ്ഞിരിക്കുന്നത്. അമെന്റ്മെന്റ് പ്രിയാമ്പിൾ കൊണ്ടുവന്നിരിക്കുന്ന അമെന്റ്മെന്റ് 42nd അമെന്റ്മെന്റ് ആണ് പ്രിയാമ്പിൾ അമെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പ്രിയാമ്പിളിനെ സംബന്ധിച്ചുള്ള കോഡ്സ് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.